സിആർ നീലകണ്ഠൻ 2021 10 വാർത്ത ഞാൻ വായിക്കാം. അത് നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന MK ഹരിദാസിന്റെ വിവരാവകാശത്തിനുള്ള മറുപടിയായി സർക്കാർ കൊടുത്ത മറുപടിയുടെ വാർത്തയാണ് കേട്ടോ. 5 വർഷത്തിനിടെ ഖജനാവിലെത്തിയ മദ്യനികുതി 46,000 കോടി, 50% വർധന. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലയാളികൾ മദ്യം വാങ്ങിയതിലൂടെ നികുതിയായ സർക്കാരിന് കിട്ടിയത് 46,546.13 കോടി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 50% വർധന മദ്യവരുമാനത്തിലുണ്ടായി. ശ്രീ CR നീലകണ്ഠൻ, അതിനുശേഷമുള്ള കണക്കെടുത്താൽ അതിനും മേപ്പോട്ടാണ് മദ്യവർധന. കേസ് കുറച്ച് വിറ്റു എന്ന് പറഞ്ഞ് മദ്യവർധനം നടപ്പായി, അല്ലെങ്കിൽ ഉപദേശം ആൾക്കാർ കേട്ടു എന്ന് പറയാവോ? അല്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം പ്രതിപക്ഷം പറഞ്ഞു എന്നാ. പ്രതിപക്ഷം പറഞ്ഞ എല്ലാം ചെയ്യുന്ന ഒരു സർക്കാരാണല്ലോ ഇത്. പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ടല്ലേ ഈ സർക്കാർ എല്ലാം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഭയങ്കര അടുപ്പാണ് പ്രതിപക്ഷമായിട്ട്. അത് പ്രതിപക്ഷം തീരുമാനിക്കട്ടെ. എൻ്റെ പ്രശ്നം അതല്ല. ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട മുസ്തഫ സഖാവ് പറഞ്ഞൊരു കാര്യം എനിക്ക് ചിരി വന്നുപോയി. ഇത്രയധികം ബാർ തുറന്നിട്ടും ഇത്രയധികം ബിവറേജസ് ഔട്ട്ലെറ്റ് തുറന്നിട്ടും വിറ്റ കേസിൻ്റെ കണക്ക് കുറവാണ്. ആ കണക്കിൽ ഒരു വലിയ ചതിയുണ്ട്. എന്താ കാര്യം? നമ്മുടെ ബാറുകളിൽ വിൽക്കുന്ന മദ്യത്തിൻ്റെ നല്ലൊരു പങ്കും ബിവറേജസ് കോർപ്പറേഷൻ വഴിയല്ല വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ബെറ്റ് വയ്ക്കാം, അദ്ദേഹത്തിന് വേണ്ടി ചെക്ക് ചെയ്യാം. ഞാൻ പറയും, ബാറുകളിൽ വലിയ തോതിൽ ബിവറേജസ് കോർപ്പറേഷൻ വഴിയല്ലാതെ വ്യാജമദ്യങ്ങളും പല മദ്യങ്ങളും വരുന്നുണ്ട്. അതാണ് ബാറുകാരുടെ ലാഭം. അല്ലാണ്ട് ഇപ്പോൾ ഇത്രയും ഔട്ട്ലെറ്റ് കൂടിയിട്ടും ഇത്രയും ബാർ കൂടിയിട്ടും ഒരു ബോട്ടിൽ പോലും കൂടുതലല്ല വിറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ തമാശ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏകീകരിക്കുകയാണ് സമയം എന്ന് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്യ ഉള്ളതെന്ന് വെച്ചാൽ അതുമായി നമുക്ക് ഏകീകരിക്കാം. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാത്തത് ഏതാണല്ലേ ഹാഷ്മി? ഇപ്പോൾ കൊച്ചി നഗരം, ഞാനിരിക്കുന്ന കൊച്ചി നഗരം ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ? ഇതിനടുത്ത് നിറയെ ടൂറിസ്റ്റുകളല്ലേ? കൊച്ചി നഗരത്തിലെ എല്ലാ ബാറും നമുക്ക് 3 മണി വരെ ആക്കാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. ഇപ്പോൾ ഏത് സ്ഥലത്തും എവിടെയും ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം. എവിടെയല്ലാത്ത ആലപ്പുഴ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, കൊല്ലം ടൂറിസ്റ്റ് കേന്ദ്രമാണ്, പത്തനംതിട്ടയാണ്, ഇടുക്കിയാണ്. എവിടെയല്ലാത്ത വടക്കോട്ട് പോയാൽ അതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാക്കണം. ഒരു കാര്യം ചെയ്താൽ മതി. 24 മണിക്കൂറും ബാറും ഔട്ട്ലെറ്റും തുറന്നിരിക്കുമെന്ന് പറഞ്ഞാൽ കുറേ തൊഴിലാളിക്ക് ജോലി കിട്ടും. അങ്ങനെ വേണ്ടി നമുക്ക് വാദിക്കാം. കുറേ തൊഴിലാളികൾക്ക് ജോലി കിട്ടും. എന്തിനാ ഈ രാത്രി 3 മണി വരെ ആക്കണേ? ഇപ്പോൾ കുറേ ആളുകൾക്ക് പൈസ കൊടുത്താൽ 3 മണി വരെയാവും ടൂറിസ്റ്റ് മേഖലയിൽ. അപ്പോൾ അവരുടെ സമയം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് 12 ആക്കുമ്പോൾ അത് 3 മണിയാക്കിയിട്ടുണ്ട്. രാവിലെ 3 മണിക്ക്. പിന്നെ ഒരു 7 മണിക്കൂർ ആളുകൾ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? ആ 7 മണിക്കൂർ കൊണ്ട് നീട്ടി 24 മണിക്കൂർ മതിയാക്കിയാൽ ഇപ്പം എന്താ കുഴപ്പം? എന്താ അതിന് പ്രശ്നമുള്ളത്? അത്രയും പേർക്ക് ജോലി കിട്ടും. 4 ഷിഫ്റ്റോ 3 ഷിഫ്റ്റോ ഒക്കെ ആളുകൾക്ക് തൊഴിൽ കിട്ടും. ഇതൊക്കെ ചെയ്യാം. ഇതിനൊക്കെ ന്യായീകരണവും വരാം. പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞാൽ വിശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വേദിയിലിരുന്ന് എത്ര പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യം അദ്ദേഹം എലപ്പുള്ളി ഒയാസിസിനെ കുറിച്ച് പറഞ്ഞു. മുഴുവൻ കാര്യങ്ങളും അസത്യമാണെന്ന് കണ്ടെത്തി ഞങ്ങളല്ല, ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പിന്നെ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകരാണ്. അല്ല, വിനോദസഞ്ചാരികളുടെ ഉദ്ധരിക്കാൻ അല്ലെ ടൂറിസം മേഖലയുടെ മേൽക്കുമേൽ വർധനയ്ക്ക് വേണ്ടി കേരളത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു മന്ത്രിയും പോയി ഒരു കമ്പനിക്ക് വേണ്ടി പോയി മഴക്കുഴി എണ്ണാത്ത പണി അദ്ദേഹം കാണിച്ചു. ആ ശുഷ്കാന്തി അതാണ്. മഞ്ഞ നാട്ടിൽ നിന്നും മദ്യം കൊണ്ടുവരേണ്ടി വരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഉണ്ണാനുള്ള അരി അന്യനാട്ടിൽ നിന്നാ വരണേ, പരിപ്പ് അന്യനാട്ടിൽ നിന്നാ വരണേ, കോഴി അന്യനാട്ടിൽ നിന്നാ വരണേ, ഇറച്ചി അന്യനാട്ടിൽ നിന്നാ വരണേ, പുസ്തകം എന്ത് സാധനം ഇവിടെ തുണി അന്യനാട്ടിൽ നിന്നാ വരണേ. അത് വരണേനൊന്നും ഒരു ടെൻഷനും ഇല്ല. അത് കർണാടകയിൽ നിന്ന് വന്നോട്ടെ, തമിഴ്നാട്ടിൽ നിന്ന് വന്നോട്ടെ, മറ്റേ തെലങ്കാനയിൽ നിന്ന് വന്നോട്ടെ, അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് പ്രശ്നമല്ല. മദ്യം വരുന്നു, മദ്യം കർണാടകയിൽ നിന്ന് വരുന്നു, അത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നമാണ് എന്നർത്ഥത്തിൽ അവിടെ അത്തരം വാദം ബാധിച്ചൊരു എന്താ പറയുക വില കുറഞ്ഞ എക്സൈസ് മന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം ആ ഒയാസിസി പറഞ്ഞ കാര്യം ഇപ്പോൾ ഒന്ന് ആവർത്തിക്കട്ടെ, ഹൈക്കോടതിയോടൊന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് പറയട്ടെ. ഞങ്ങളന്ന് 1, 2, 3, 4 ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, കൃത്യമായി ഇതിലുള്ള തട്ടിപ്പ് പറഞ്ഞു. ഇനി വേഗതയുടെ കാര്യം, വേഗത ഈ പറഞ്ഞ മാതിരി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് റിലേറ്റീവ്. വേഗത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗമായിട്ട് തോന്നും, അവർക്ക് പതുക്കെയായിട്ട് തോന്നും, അതത്രേ ഉള്ളൂ. ഇപ്പോൾ ചില ഫയലുകൾക്ക് വേഗത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കൂടുതൽ തോന്നണേ? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ അലപ്പുള്ളി ഉണ്ടായത്, ഒന്നും കാണാതെ മറിച്ച് കഞ്ചിക്കോട് മറ്റേ എന്ന് പറഞ്ഞിട്ടല്ലേ അലപ്പുള്ളിക്ക് ഫയൽ ഓപ്പൺ ചെയ്തേ. കഞ്ചിക്കോട് അലപ്പുള്ളിയായിട്ട് എന്താ ബന്ധം? 25 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്ററിലെ കഞ്ചിക്കോട് ഒരു ബിവറേജസ് തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് കൊടുക്കുക. ആളുകൾ കഞ്ചിക്കോട് അന്വേഷിക്കുക ഈ സ്ഥലം എവിടെയാണ്. അവസാനം ഞങ്ങൾ കണ്ടെത്താണ് ഇവരാണിത് വാങ്ങിച്ചത്, കോളേജിന് വേണ്ടി വാങ്ങിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ്. എന്തൊക്കെ തട്ടിപ്പ് ഇവിടെ നടത്തും, എന്തൊക്കെ. അതുപോലെ ഒരു മദ്യത്തിന് പേരിടാൻ പറയുക. ഹൈക്കോടതി ഇതിൽ പറയാനില്ല. ഹൈക്കോടതി ഇനി ഒന്നും പറയാനില്ല.
പക്ഷേ ഹൈക്കോടതി പറഞ്ഞുകൊണ്ടൊന്നും ഇവർക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നയം വളരെ ക്ലിയറാണ്. പറയുന്നതൊന്ന്, ചെയ്യുന്നത് നേരെ വിപരീതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.